ടാരറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് ഇതാണ്: എൻ്റെ ശക്തി കണ്ടെത്താൻ ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനു വേണ്ടി 3 കാർഡുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കാർഡ് 7 ഓഫ് കപ്സ് എന്ന വാട്ടർ എലമെൻറ്റിൻ്റെ കാർഡാണ്. ജലതത്വം വൈകാരികതയെ കുറിക്കുന്നുണ്ട്. 7 എന്ന നമ്പർ എക്സ്പാൻഡിനെയാണ് കുറിക്കുന്നത്. ചിത്രത്തിൽ തന്നെ ഇതിലുള്ള സൂചനകൾ നിങ്ങൾക്ക് കാണാം. അതായത് ഒരു കറുത്ത വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ്റെ മുൻപിൽ 7 കപ്പുകളിൽ 7 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നിൽ കാണുന്നത്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതേതൊക്കെയാണെന്നുള്ളത്. അതായത് സ്ത്രീരൂപം, പണം, അധികാരം, ഡ്രഗ്സ്, സ്നേക്സ് മുതലായവ. ഇതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്, ആകെ പകച്ചു നിൽക്കുകയാണ്. ഇതിൽ നിങ്ങൾ ഏത് മാർഗം തിരഞ്ഞെടുത്താലും ലാക്ക് ഓഫ് ഫുൾഫിൽമെൻറ്റ് ചെയ്യുക. ബാഡ് കർമ്മ പ്രോബ്ലംസ് ഏതെടുത്താലും വരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് നിങ്ങൾക്ക് ശക്തി പകരുന്നത് എന്ന് കണ്ടെത്തുക. ദിവാസ്വപ്നം കാണാതെ ജീവിത യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഏതാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കാർഡിലൂടെ നൽകുന്ന സൂചന. അതായത് പ്രപഞ്ചം നമ്മുടെ മുൻപിൽ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരാം. അതിൽ ഏത് വഴിയിൽ കൂടി മുന്നേറിയാലാണ് നമുക്ക് ജീവിത ഉന്നതി ലഭിക്കുക എന്നുള്ളത് കണ്ടെത്തി അത് തിരഞ്ഞെടുക്കാനാണ് ഈ കാർഡ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വേണ്ടത്, അതായത് നല്ലത് ഏതെന്ന് ചിന്തിച്ച് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക. രണ്ടാമതായി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന ഭൂമി തത്വത്തെയും ഹെൽത്തിനെയും വെൽത്തിനെയും ഒക്കെ കുറിക്കുന്ന ഒരു കാർഡാണ്. ഭൗതികതയുടെ സൂചനയാണ് ഈ കാർഡ്. അതായത് കഷ്ടപ്പാടിലൂടെ ഉന്നതിയിലെത്തി എന്ന സൂചന ഈ കാർഡിലൂടെ കാണാൻ കഴിയുന്നു. സ്ഥിരത, സംരക്ഷണം എന്നിവ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ ജീവിത ഉന്നതി കൈവരിച്ചിരിക്കുന്നു. സാമ്പത്തിക ഉയർച്ച ഉണ്ടായിരിക്കുന്നതായും ഈ കാർഡിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആത്മീയമായി ഉന്നതി നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സാമ്പത്തിക ഉയർച്ച മാത്രം നമുക്ക് പോരല്ലോ ജീവിതത്തിൽ. നമുക്ക് ആത്മീയമായ ഉന്നതിയും നമുക്ക് വേണമല്ലോ. അതുകൊണ്ട് അത് ഉണ്ടാക്കി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. പ്രലോഭനങ്ങൾ പലതുണ്ടായാലും അതിൽ വീഴാതെ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുക, നേരായ പാതയിലൂടെ സഞ്ചരിക്കുക. ധനം എങ്ങനെ സമ്പാദിക്കണം എന്നുള്ളതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നതായി കാണാൻ കഴിയുന്നു. ഇനി വേണ്ടത് ആത്മീയ പാതയാണ്. അതുകൂടി തിരഞ്ഞെടുക്കുക. ഈശ്വര കടാക്ഷം നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട്. ഇനി അടുത്ത മൂന്നാമതായി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് കാണാം. ദ ടവർ എന്ന മേജർ ആർക്കാന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഒരു ഗോപുരമകുടം ഇടിമിന്നലിൽ തകർന്ന് താഴേക്ക് വീഴുന്നതും അതിൽ നിന്ന് 2 മനുഷ്യർ തലകുത്തി താഴോട്ട് വീഴുന്നതും. ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളൊരു സൂചന ഈ കാർഡ് നൽകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ദൈവികമായ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതായി ഈ കാർഡിലൂടെ സൂചന ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ കാലങ്ങളിലെ തിക്ത അനുഭവങ്ങളിൽ നിന്ന് പഠിക്കേണ്ടി വന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുള്ള ഒരു ഉണർത്തപ്പെടൽ. വേദനാജനകമായ ചുറ്റുപാടുകളാകാം ചിലപ്പോൾ. നിങ്ങളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നേറുക. ഈ സമയം ഇങ്ങനെ ഒരു ചുറ്റുപാടുകളാണ് പ്രപഞ്ചം എൻ്റെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അതിനാൽ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അതിനെ മറികടക്കണം, അതിനെനിക്ക് കഴിയും എന്ന ചിന്തയാൽ മുന്നോട്ട് പോവുക. ഒരു പകലിനൊരു രാത്രി എന്നതാണല്ലോ പ്രമാണം. അതുപോലെ ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയും വരാം. അതാണ് ജീവിതചക്രം. അപ്പോൾ ഈ 3 കാർഡുകളും നമ്മെ പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഭൗതികതയിൽ മാത്രം ആഴ്ന്നിറങ്ങി നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കാതെ സാമ്പത്തിക ഉന്നതി കൈവരിച്ച് വരുന്ന കാര്യങ്ങൾ, അത് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി നിങ്ങളുടെ ആത്മബലവും മനോബലവും വർദ്ധിപ്പിച്ച് മുന്നേറുക. ജീവിത ലക്ഷ്യം കണ്ടെത്തുക. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും.
എല്ലാവർക്കും ഈ റീഡിംഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഇനി അടുത്തൊരു റീഡിങ്ങിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.